മസ്റ്റായിട്ട് ഒന്ന് വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ഇതുവരെ ആരും ഡിസ്കസ് ചെയ്യാത്തൊരു സബ്ജക്റ്റും കാര്യങ്ങളുമാണ് ഇതിലുള്ളത്. പിന്നെ സ്വാമി സാറിൻ്റെ ഒരു ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ സ്വാമി സാറിനെ കുറിച്ച് നമ്മൾ അളക്കാൻ നമ്മൾ ആരുമല്ല. കാരണം അദ്ദേഹം ആ രീതിയിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സമയം ഒരു ഡയറക്ഷനിൽ ഇപ്പോഴാണ് ആയതെന്ന് തോന്നും. ഈ സിനിമയിലുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെ എല്ലാത്തിനും അതിൻ്റെയുള്ള സമയവും കാര്യങ്ങളൊക്കെ ഒത്തുവരണമല്ലോ. ചിലപ്പോൾ ആ സമയം ഇപ്പോഴായിരിക്കാം. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ് ഇത്. ഞാനിതിൽ ഹീറോയിൻ്റെ വോയിസ് കൊടുത്ത ഒരാളാണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്തൊരു മൂവി എന്നുള്ള രീതിയിൽ പറയുകയല്ല. എന്തായാലും ഇത് വന്ന് കണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു മൂവി നമ്മളെ ഇനിയുള്ള നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഒരു ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ റിപ്പീറ്റ് ചെയ്ത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തായാലും ഉറപ്പാണ്. തിരക്കഥാകൃത്ത് മലയാള സിനിമയിൽ 1980 ചക്രയുമ്മയിലൂടെ കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ സീക്രറ്റ് എന്ന ആദ്യത്തെ സംവിധാനം തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരുപാട് സംതൃപ്തി നൽകി. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ്റെ കരിയറിലെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, അവരെല്ലാവരും മികച്ചു നിന്ന്. രഞ്ജി പണിക്കർ സാറിൻ്റെ കഥാപാത്രവും മികച്ചതായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരിൽ പോസിറ്റീവ് എങ്ങനെ കൊണ്ടുവരാം, അത് എങ്ങനെ മാറ്റിയെടുക്കാം ജീവിതത്തെ എന്ന് കാണിക്കുന്ന നല്ലൊരു ചിത്രമാണ്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച ചിത്രമാണ് സീക്രറ്റ്. ഇതിൽ അവസരം തന്ന അഭിനയിക്കാൻ അവസരം തന്ന സ്വാമി സാറിന് താങ്ക് യു പറയുന്നു. എനിക്കൊരു ഫസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. മൂവി ഒരു നമുക്കൊത്തിരി പഠിക്കാനുള്ള സെൽഫ് കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യുന്ന ഒരു മൂവിയാണ്. നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ എങ്ങനെ കോൺഫിഡൻ്റ് ആയിരിക്കണം എന്ന് ഈ മൂവിയിൽ കാണിക്കുന്നു. ഇറ്റ് വാസ് എ ഗുഡ് മൂവി. നിങ്ങളല്ലേ പ്രതികരിക്കേണ്ടേ കണ്ടിട്ട്? കുഴപ്പമില്ല, നോക്കാം. ഫസ്റ്റ് ഷോ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഞാൻ ഈശ്വര എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. അയ്യോ, ഇന്ന് റിലീസായുള്ളൂ. ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. സ്വാമി സാറിൻ്റെ പ്രൊജക്റ്റാണ്. എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഒരുപാട് പേര് ന്യൂ കമേഴ്സാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ചേച്ചിയുണ്ട്, എൻ്റെയും ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്ന പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഷൂട്ടിംഗ് ടൈമിലാണോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സെറ്റായിരുന്നു. സ്വാമി സാറിൻ്റെ ഒരു രീതി ഡിഫറെൻ്റ് ആണല്ലോ. ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരുന്നു. അതുപോലെ ധ്യാൻ ചേട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയ അപർണ, ഗ്രിഗറി ചേട്ടൻ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല ഫണ്ണായിരുന്നു സെറ്റിൽ. ഇനിയിപ്പോൾ പടം ഇറങ്ങി, ഇനി പടങ്ങൾ കണ്ടിട്ട് പറയൂ. ഇതിൽ ഞാൻ ഡോക്ടർ മീനു എന്നുള്ള കഥാപാത്രമാണ്. എൻ്റെ ആദ്യത്തെ ഡെബ്യൂ മൂവിയാണ്. എസ് എൻ സ്വാമി സാറിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സിമിലാരിറ്റി ഉണ്ട്. പിന്നെ ഞാൻ ധ്യാനിൻ്റെ വലിയ ഫാനാണ്. അപ്പോൾ ധ്യാനിൻ്റെ കൂടെയും നമ്മൾ ഫ്രണ്ട്സായിട്ട് നിങ്ങൾ സിനിമ കണ്ടോ സിനിമ? ധ്യാനിൻ്റെ ഫ്രണ്ടായിട്ടാണ്. അപ്പോൾ ധ്യാന്, ആർദ്ര, പിന്നെ കലേഷിൻ്റെ വൈഫായിട്ടാണ് ഞാൻ ചെയ്യണത്. ഗ്രെഗറി, അപർണ, ഇവരുടെ കൂടെയൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു ചെയ്യാൻ. പിന്നെ എസ് എൻ സ്വാമി സാറിനെ പോലെയുള്ള എത്രയോ ഒരു ലെജൻഡറി ആയിട്ടുള്ള അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ കൂടെ നമ്മൾ വളരുന്ന കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് സ്വാമി സാറിൻ്റെ ഗംഭീര സിനിമകളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഡയറക്ടോറിയൽ ഡെബ്യൂ ചെയ്യുമ്പോൾ നമ്മളെ കൺസിഡർ ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യം, സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണൂ, സപ്പോർട്ട് ചെയ്യൂ. അത്രയല്ലേ. താങ്ക് യു.